ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഈസ്റ്റ്, ബേക്കിംഗ് സോഡ, ഇനോ ഇതൊന്നുമില്ലാതെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഈ ഒരു അരി ഞാൻ സാധാ പച്ചരിയാണ് എടുത്തില്ല. നിങ്ങളടുത്ത് ഇഡ്ഡലി റൈസ് ഉണ്ടെങ്കിൽ അതാണ് ഒന്നുകൂടെ നല്ലത്. എന്നിട്ട് ഇത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു 7 മണിക്കൂറോളം കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കണം. അപ്പം എൻ്റെ കയ്യിൽ ഇഡ്ഡലി ബാറ്റർ ഇല്ലാത്തതുകൊണ്ടാണ് ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അത് ഉണ്ടെങ്കിൽ തലേ ദിവസമൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഉഴുന്ന് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കുതിർന്ന് വരാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 7 മണിക്കൂറിന് ശേഷം അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് അവലെടുത്തിട്ടുണ്ട്. അവലിന് പകരം ചോറ് എടുക്കാം കേട്ടോ. ഇത് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർന്ന് വരട്ടെ. ഒരു 1-2 മിനിറ്റ് ആകുമ്പോഴത്തേനും അത് കുതിർന്ന് കിട്ടും. ഇനി നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം കേട്ടോ. ആദ്യം ഉഴുന്ന് അരച്ചിട്ട് പിന്നെ അതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അപ്പൊ അരി ആകെ 1.5 കപ്പല്ലേ ഉള്ളൂ. ഒരു പ്രാവശ്യം ഇട്ടിട്ട് തന്നെ അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട, നമ്മൾ ഉഴുന്ന് അരച്ചതുണ്ടല്ലോ. അപ്പൊ ഒരുപാട് വെള്ളം കൂടിക്കഴിഞ്ഞാൽ അപ്പം നന്നായിട്ട് കിട്ടൂല. അപ്പൊ അത് അരച്ചെടുത്ത് വന്നതിന് ശേഷം 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവല് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലത്തെ സ്പെഷ്യൽ ചേരുവ എന്ന് പറഞ്ഞാൽ ചെറുപഴമാണ് കേട്ടോ, മൈസൂർ പഴം. അത് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം അത് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പിന്നെ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക. അപ്പത്തിന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇത് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പം ഇതും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കണ്ട ഈ ഒരു ലൂസിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് 5 മിനിറ്റോളം ഒന്ന് ഇതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. പിന്നെ ഇത് രാവിലെ ആകുമ്പോഴേക്കും പുറത്തേക്ക് പൊങ്ങി പോവുക ഒന്നും ചെയ്യില്ല കേട്ടോ. അത് മാവ് ഒന്ന് കട്ടിയായിട്ട് വരും. പിന്നെ നിങ്ങൾ ഇഡ്ഡലി മാവ് ഉണ്ടല്ലോ, അത് ഇതിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേന് പൊങ്ങി മൊത്തത്തിൽ കബോർഡിന്റെ ഉള്ളിലൊക്കെ കംപ്ലീറ്റ് ആവും കേട്ടോ. ആ രീതിയിലാണ് നമുക്ക് ഈ ഒരു മാവ് കിട്ടുക. ഞാൻ ഇപ്പൊ ഇത് ഉഴുന്ന് ചേർത്ത് കൊടുത്ത കാരണം പൊങ്ങി വരുന്നില്ല. ഇതങ്ങനെ എടുത്തു വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ 7 മണിക്കാണ് ഇത് എടുത്തിട്ടുള്ളത് കേട്ടോ. തലേ ദിവസം ഒരു 7-7:30 ഒക്കെ ആകുമ്പോഴാണ് ഇത് അരച്ച് കഴിഞ്ഞേക്കുന്നത്. അപ്പൊ ഇത്രയും സമയം നമ്മളിത് വെച്ചിട്ട് ഇത് മേലേക്ക് പൊങ്ങി വരുന്നില്ല. ഇതുപോലെ മാവ് കുറുകി കിട്ടും. ഇനി ഇതിലേക്ക് ഒന്ന് ആ തിക്കൊന്ന് കുറക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. നിങ്ങളെ കയ്യിൽ തേങ്ങാവെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടാ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മാവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ അപ്പച്ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു തവി ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് അടച്ചു വെക്കേ. ഇപ്പൊ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണമെങ്കിൽ കുറച്ചു നേരം കൂടി വെച്ചാൽ മതി. ഇനി അടുത്തതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക. ഇപ്പൊ അടുത്ത അപ്പം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാല് നമ്മൾ സാധാരണ അപ്പം ചുടുമ്പോ നല്ല വൈറ്റ് കളർ ഉണ്ടാവുമല്ലോ. ഇത് പഴം ചേർത്ത കാരണം ആ ഒരു കളർ കിട്ടൂല കേട്ടോ. നല്ല ഒരുപാട് വൈറ്റ് ആയിട്ട് കിട്ടൂല. സാധാരണ നമ്മൾ പഴമൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കളർ ചേഞ്ച് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത് അരച്ചു വെച്ചിട്ട് നമ്മൾ രാവിലെ അല്ലേ ചുട്ടെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ആ കളറിനൊരു ലേശർ ചേഞ്ച് ഉണ്ടാവും കേട്ടോ. പ്യുവർ ആയിട്ടുള്ള ഒരു വൈറ്റ് കളറിലല്ല അപ്പം കിട്ടുക. അപ്പൊ ഈ ഒരു അപ്പം കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. ഈസ്റ്റ്, ബേക്കിംഗ് സോഡ, അതുപോലെ ഇതൊന്നും ചേർക്കാതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.